ഈ കർത്തൃദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് സഭയായി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. 136 സങ്കീർത്തനം 23 വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്തൃമേശയോടനുബന്ധമായി മിക്ക സമയങ്ങളിലും നാം ധ്യാനിക്കാറുള്ള ഒരു വേദഭാഗം തന്നെയാണിത്. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? 136 സങ്കീർത്തനം ആരംഭവാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളോട് ചേർത്തും നാം പറയേണ്ടുന്നതായ ഒരു വാചകം കൂടെ ഉണ്ട്. സ്തോത്രം ചെയ്യുവീൻ എന്നുള്ളതാണത്. അതുകൊണ്ടാണ് ഓരോ വാക്യത്തിലും ഒരു ചെറിയ ഹൈഫൻ ഇട്ടിരിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ എല്ലാ വാക്യങ്ങളോടും ചേർത്തും സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് നാം വായിച്ച് ധ്യാനിക്കേണ്ടുന്നതായ ഒരു സങ്കീർത്തനം കൂടെയാണ് ഈ 136 സങ്കീർത്തനം. അതിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്താണ് ഈ താഴ്ച എന്ന് പറഞ്ഞാൽ? പലപ്പോഴും നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ചയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. നാം പാപത്തിൻ്റെ താഴ്ചയിൽ കിടന്നപ്പോൾ അവിടേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഈ ചിന്തകളെല്ലാം ശരി തന്നെയാണ്, അതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നിരുന്നാലും അല്പം കൂടെ ആഴത്തിൽ നാം ആ വാക്യത്തെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ താഴ്ചയെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് വലിയവനായ ദൈവത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ താഴ്ച എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പലപ്പോഴും ദൈവത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ച് നാം ചിന്തിക്കാറില്ല. അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു വലിയ കുറവ് തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിലും നാം കാണുന്നത്, ആദ്യം സങ്കീർത്തനക്കാരൻ പറയുന്നത് വലിയവനായ ദൈവത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ചാണ്. ദൈവത്തിൻ്റെ ഉയർച്ച, അവിടുത്തെ ഉന്നതി, അവിടുത്തെ ഔന്നത്യം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നോക്കുക. അവിടുന്ന് ദൈവാധി ദൈവമാണ്, അവിടുന്ന് കർത്താധി കർത്താവാണ്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവനാണ്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവനാണ്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവനാണ്, പകൽ വാഴുവാൻ സൂര്യനെ സൃഷ്ടിച്ചവനാണ്, രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവനാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഔന്നത്യം എത്രമാത്രം വലുതാണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. പലപ്പോഴും നാം ചിന്തിക്കാത്ത കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ആരാധനയിൽ നാം ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടുന്ന വസ്തുത എന്താണ്? വലിയവനായ ദൈവത്തിൻ്റെ ഔന്നത്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് ചിന്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം സാധാരണയായി ചെയ്യാറുള്ളത്,
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കാറുണ്ട്. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവിടുന്ന് റോമൻ പടയാളികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതും, റോമൻ പടയാളികൾ അവിടുത്തെ ഉപദ്രവിച്ചതും, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചത്, അവിടുത്തെ മുഖത്ത് തുപ്പിയത്, അവിടുത്തെ പുറം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് തകർത്തത്, ക്രൂശിന്മേൽ ആണികൾ കൊണ്ട് തറച്ച് ക്രൂശിച്ചത്, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയത്, ഈ കാര്യങ്ങളെല്ലാം നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ അവിടുന്ന് എത്രമാത്രം ഉന്നതനായിരുന്നു എന്നുള്ളത് പലപ്പോഴും നാം ഓർക്കാറില്ല. അവിടുന്ന് ഏറ്റവും ഉന്നതനായിരുന്ന ദൈവമായിരുന്നു. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഇറങ്ങി വന്നവനാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് ദൈവമായിരുന്നു. ദൈവം എന്നുള്ള വാക്കുപോലും നാം ഉച്ചരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ പറയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നാം അത് ചിന്തിക്കാറില്ല. ദൈവമേ എന്ന് നാം വിളിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ സാരാംശം എന്താണ്? ആ വാക്യം കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ദൈവം ആരാണ്? അവിടുത്തെ വലിപ്പം എന്താണ്? അവിടുത്തെ മഹത്വം എന്താണ്? അവിടുത്തെ ഔന്നത്യം എന്താണ്? ഇത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമത്തിൽ ദൈവത്തെ സൂചിപ്പിക്കുന്നതായ പദം യാഹ്വേ എന്നുള്ള പദമായിരുന്നു. യഹോവ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ പദം ഉച്ചരിക്കുന്നത് ഏറ്റവും ബഹുമാനത്തോടെയാകണം എന്നവർ ചിന്തിച്ചു. ഏറ്റവും പരിശുദ്ധനായ ആ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദം അവർ അഡോണായി എന്നെഴുതി, അതായത് ലോർഡ്. പല ഇംഗ്ലീഷ് പരിഭാഷകളിലും ഈ വാക്ക് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. LORD ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ വാക്ക് ഏറ്റവും ബഹുമാനത്തോടെ അവർ ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം എന്താണ്? ഈ നാമമുള്ള മറ്റൊരുവനും ലോകത്തിലില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വലിയവനായ ദൈവം പറയുകയാണ്, എൻ്റെ നാമം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതത്രേ എന്ന്. പ്രിയമുള്ളവരെ, ഈ നാമം എത്രയോ ഉന്നതമായ നാമമാണ്. ദൈവം എന്നുള്ള പദം പോലും നാം ഉച്ചരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ നാം അത് ഉച്ചരിക്കേണ്ടത് ആവശ്യമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നാമം ധരിച്ചിരിക്കുന്ന വലിയവനായ ദൈവം, ആ ദൈവം എന്നുള്ള പദം നാം ഉച്ചരിക്കുമ്പോൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന അന്തസത്തയെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഏറ്റവും ഉന്നതനായ ദൈവം, സകല നാമത്തിനും മേലായ നാമം ധരിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം, സർവ അഖിലാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ തേജോപുഞ്ചം, സർവത്തിൻ്റെയും മീതെ വ്യാപരിക്കുന്ന സർവശക്തിയുള്ള വലിയവനായ ദൈവം, ആ ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിമത്തമാകുന്ന താഴ്ചയെ സംബന്ധിച്ചായിരിക്കാം അവരുടെ വിവക്ഷ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു താണിറങ്ങി വന്നതുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ ഈ താഴ്ചയ്ക്ക് മറ്റൊരു തലം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാണ്. നാം താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ ശരീരം ഏറ്റവും താഴ്ചയുള്ളതാണ്, ദ്രവത്വമുള്ളതാണ്, തേജസ്സില്ലാത്തതാണ്, ബലഹീനമായതാണ്, പ്രാകൃത ശരീരമാണ്, മർത്യമായതാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ
ഏറ്റവും താഴ്ചയുള്ള ശരീരത്തിൽ നാം ജീവിക്കുന്നു. അങ്ങനെ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും ഉന്നതനായ ദൈവവും ഏറ്റവും താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുന്ന നാം ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു. ഏറ്റവും താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുന്ന നമ്മെ ഓർത്തപ്പോൾ അവിടുന്ന് സ്വർലോകത്തിൻ്റെ മഹിമകളെ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മെപ്പോലെ എന്നാൽ പാപമില്ലാത്തൊരു ശരീരത്തിൽ അവിടുന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന പദങ്ങൾ നാം നോക്കുക. തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. നോക്കണം, ദൈവം നമ്മെ ഓർത്തപ്പോൾ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ഓർത്തപ്പോൾ തന്നെത്താൻ ഒഴിച്ചു. എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് നാം വായിക്കുന്നത്. തന്നെത്താൻ ഒഴിച്ചു. അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, അതുപോലെ തന്നെ അവിടുന്ന് തന്നെത്താൻ താഴ്ത്തി. നാം ഏറ്റവും താണ നിലയിൽ ജീവിക്കുന്നവരാണെന്നുള്ളത് നന്നായി അറിയാവുന്ന ദൈവം തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തെ ആർക്കാണ് വർണ്ണിക്കുവാൻ സാധിക്കുക? ദൈവം നമ്മോട് കാണിച്ച കൃപ എന്നുള്ളതല്ലാതെ നമുക്കെന്താണ് പറയുവാൻ സാധിക്കുക? ദൈവദാസൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ 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 കൃപയേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം അവിടുത്തെ ആരാധിപ്പാൻ തക്കോണം അവിടെ നൽകി തന്നിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ വായിക്കുന്നത് പോലെ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാസ്നേഹത്തിനായി, മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. താഴ്ചയുള്ള ശരീരത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ, മർത്യമായ ശരീരത്തിൽ, പ്രാകൃതമായ ശരീരത്തിൽ, ദ്രവത്വമുള്ള ശരീരത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഓർത്തു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടിരിക്കും. അവിടുന്ന് ഉന്നതനായിരുന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവൻ, സർവലോകത്തെയും സൃഷ്ടിച്ച അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഞങ്ങൾ വായിക്കുന്ന കർത്താവേ, അവിടുന്ന് എത്രമാത്രം വേദന ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചു. ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ വേദനയും പാപമില്ലാത്ത അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് അനുഭവിച്ചു. അവിടുന്ന് ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റു. എത്രയോ അത്ഭുതകരമായ കാര്യമായിട്ടതിരിക്കുന്ന കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാനുള്ള യോഗ്യത നൽകിത്തന്ന അവിടുത്തെ മരണ പുനരുദ്ധാനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ, അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവമാണ്. അവിടുത്തെ ഔന്നത്യത്തിൻ്റെ ഉള്ള നില ഗ്രഹിച്ചറിയുവാൻ മർത്യരായ ഞങ്ങൾ അശക്തരാണെങ്കിലും കർത്താവേ, അതിൻ്റെ ഒരു അംശമെങ്കിലും ഗ്രഹിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്ന അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സുപുത്രത്വത്തിൻ്റെ ആത്മാവോടെ, ബഹുമാനത്തോടെ, ഭയത്തോടെ, ഭക്തിയോടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അതിനായി ഒരുക്കിയാട്ടെ, അവിടുന്ന് ശക്തീകരിച്ചാട്ടെ, അവിടുന്ന് സഹായിച്ചാട്ടെ.
അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.